My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഈ കാര്യം ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. ഈ കാര്യം ആദ്യമായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. നിങ്ങൾ ഇതിൻ്റെ ഭാഗമാവാൻ പോവാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം, അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കണം, അങ്ങനത്തെ കാര്യത്തിൻ്റെ ഭാഗം നിങ്ങളായിട്ടുണ്ടായിരിക്കണം. പക്ഷേ അതിനൊക്കെ മേലെ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വരികയാണ്, ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരികയാണ്, ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. ഓൾറൈറ്റ്, നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ സോൾ പേർപ്പസിലേക്ക് വരികയാണ്. നിങ്ങളുടെ സോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ മേജർ ഇവൻറ്റിൽ നിങ്ങൾ വന്നു ചേരാൻ പോവാണ്. വെരി സൂൺ, ഓക്കെ, വെരി സൂൺ. ഈ ഒരു നിങ്ങൾ പോകുന്ന ഓരോ അവസ്ഥകളും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഡയറക്റ്റ് ആവുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ റിജക്റ്റ് ആവുന്ന ഓരോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ, സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ, ചില ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ, എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ നിങ്ങൾ ലൈഫിൽ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്സോ, നിങ്ങളുടെ ഒരു ഓൾഡ് വേർഷനോ എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ ജെന്യൂൻലി പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ കാണാം. ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു മിത്രമാണ്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയില്ല. നിങ്ങൾ എവിടേക്ക് നിന്നിട്ടാണ്, ഏതൊക്കെ സാഹചര്യത്തിൽ നിന്നിട്ടാണ്, എന്തൊക്കെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് അറിയില്ല. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഒരു സോളാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ്. ദിസ് വീഡിയോ, യെസ്, ഈ വീഡിയോ നിങ്ങളുടെ ഒരു സോൾമേറ്റ്, നിങ്ങളുടെ ഒരു രക്തബന്ധം പോലെയാണ്. നിങ്ങൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് സി നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ ക്രൗൺ ചക്ര ഒരുപാട് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ പൊസിഷനിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ വരുന്നത് വഴി നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പൊസിഷൻ എന്താണോ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇന്നലെ വരെ നിങ്ങൾ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് നിങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആവുന്നത് പോലെ, അങ്ങനത്തെ എന്ത് മാറ്റങ്ങളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അറിവ് ഇല്ല എന്ന് നിങ്ങളുടെ മേലെ തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ അറിവ് നിങ്ങൾ വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പെട്ടെന്നായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ ധൈര്യത്തോടു കൂടി ചെയ്യുന്നുണ്ടായിരിക്കാം. പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇന്ന് എന്താണോ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുന്നത്, ഈ ഒരു കാര്യം നിങ്ങളുടെ എൻറ്റയർ പൊസിഷനിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് വരുത്തുന്നുണ്ട്. നിങ്ങളുടെ പൊസിഷൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള എല്ലാവരുടെ സിറ്റുവേഷനും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. what I can see is ചില ആളുകൾ മേജർ ആയിട്ടുള്ള പൊസിഷനിൽ വരേണ്ട ആളുകളാണ്. ഓക്കെ, അത് ഈവൻ അത് രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, or വേറെ രാജ്യത്തിൽ നിങ്ങൾക്ക് ഒരു മേജർ പൊസിഷൻ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ വേറെ കൺട്രിയിലൊക്കെ പോയി വർക്ക് ചെയ്ത് അവിടെ എന്തോ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ഓർ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്, ഒരു നേതാവാവുക, അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്തിലേക്ക് വരിക, നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കാണിക്കാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ക്വാളിറ്റി, നിങ്ങളൊരു സൈക്കിക് ക്വാളിറ്റീസ്, കഴിവുകളൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എന്തോ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ് നിങ്ങളുടെ ഉള്ളിൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു മേജർ അറിവ് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫ് വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നല്ല, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ സോളിൻ്റെ ഒരു ഇൻറ്റൻഷനാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സോൾ ഇത്ര ഒരു എക്സൈറ്റ്മെൻറ്റിൽ കാണുന്നത്? നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണത്. ഇതിലെത്തിപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മിഷൻ തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് കൺഫർമേഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രായം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത്. ചില ആളുകൾ നിങ്ങളുടെ അനുഭവം കൊണ്ടാണ് നിങ്ങളത് നേടിയെടുക്കുന്നത്. ഓക്കെ, ഒരേ അനുഭവമുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് അത് വർഷങ്ങളായിട്ട് അവർക്ക് അതേ അവസ്ഥയിൽ കൂടെ പോവാം, അല്ലെ? അവർക്ക്
വേണ്ട ഒരു ആക്ഷൻ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ സോൾവ് ചെയ്യാതെ ഒരുപാട് വർഷങ്ങൾ എടുക്കാം. ബട്ട് ചില ആളുകൾ അതേ അവസ്ഥയിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. ബട്ട് പെട്ടെന്ന് അവർക്ക് ആ ഒരു ഇൻസൈറ്റ് കിട്ടും, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ക്ലോസ് ചെയ്യണം, സോൾവ് ചെയ്യണം, ഇതിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളത് അല്ലെ. സോ ഈ റീഡിങ് കാണുന്ന ചില ആളുകൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. ഫൈനലി ആണ് നിങ്ങൾ ഇതിന്ന് പുറത്തേക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് അവിടെ പ്രായ വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾ നിങ്ങളുടെ വളരെ യങ് ഏജിലെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിസ്ഡം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള നോളേജ് ഉണ്ടാവുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കാം, ലൈഫിനെ പറ്റിയിട്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്കൊരു മേജർ ലെസൺ തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ പഠിച്ച് അത് മറ്റുള്ള ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഓവർകം ചെയ്തു വരുന്നത് അത് നിങ്ങൾ ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് what I can say is നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ഈവൻ അതുപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. എന്തൊരു കാര്യം ചില ആളുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അത് നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ പ്ലാനിലുള്ള ഒരു കാര്യമായിരിക്കാം. അത് എഗെയിൻ ക്യാമറയായിട്ട്, മീഡിയ ആയിട്ട്, ആളുകളായിട്ട് സർവീസ് ആണ് നിങ്ങൾക്കത്. ഓക്കെ, ആളുകളിലേക്ക് ഇറങ്ങി വരിക, നിങ്ങളുടെ ടാലൻസും കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ചില കഴിവുകളായിരിക്കാം നിങ്ങൾ അവിടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണിക്കേണ്ടത്, ഒരുപാട് ആളുകളെ ലീഡ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ നിങ്ങൾ വലിയൊരു ഫെയിമിലേക്ക് നിങ്ങൾ വരികയാണ്, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില ഫെയിമിലേക്ക് വരികയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഫെയിം കൊണ്ടുതരും, പിന്നീട് നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് അവസരങ്ങൾ വരും. സോ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഗൈസ്. ട്രസ്റ്റ്, മാർക്ക് മൈ വേർഡ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും കാണാത്തൊരു പൊസിഷനിൽ എത്തിച്ചേരുന്ന ആളുകളാണ് നിങ്ങൾ. അത് പൊളിറ്റിക്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സിവിൽ സർവീസ്, പോലീസ്, ആർമി, സർവീസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓർ നിങ്ങൾ എൻ്റർടൈനർ ആണ്, നല്ല എൻ്റർടൈനർ ആണ്, ആങ്കറിങ്, ഡാൻസ്, മ്യൂസിക്, നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അവർ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോഷ്യൽ മീഡിയ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗൈസ് ഗോ ഹാഡ്, മുന്നോട്ട് വരിക. ബിക്കോസ് നിങ്ങൾ കുറേ നടന്ന് തളർന്നിട്ടുള്ള ആളുകളാണ് അല്ലെ. നടന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു വഴിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല കുറച്ച് സമയമായിട്ട്. നിങ്ങൾ അങ്ങനെയായിരിക്കാം വിചാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കുറേ നടന്നു, നിങ്ങൾ കുറേ ടയേർഡായി, റൈറ്റ്? ഇപ്പോഴും ലൈഫ് നിങ്ങൾ മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എൻകറേജ്മെന്റ് തന്ന് നിങ്ങളെ മുന്നോട്ട്, എന്തെങ്കിലുമൊക്കെ ഒരു എൻകറേജ്മെന്റ് തന്ന് ഗൈസ് നിങ്ങൾ മുന്നോട്ട് വാ എന്ന് പറയുന്നുണ്ടെങ്കിൽ, എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾ ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ആ ഒരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത വരുന്ന ഒരു അനുഭവം കൂടെ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ലൈഫിലൊരു ഹോപ്പ് ഇല്ലാത്തൊരു പ്ലേസിൽ ഒരുപാട് കാര്യങ്ങൾ ഡിലേ ആയി. ബിക്കോസ് നിങ്ങൾ ഒരുപാട് റിജക്ഷനിലൂടെ പോയിട്ടുണ്ടായിരിക്കണം, ഒരുപാട് അവഗണന മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടാവില്ല, റൈറ്റ്? അതിനൊക്കെയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലൈഫ് തിരിച്ചു തരാൻ പോകുന്നത്. അതിനൊക്കെ ഉള്ളൊരു ഉത്തരത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ഇത് ഗൈസ് ഡെഫിനറ്റ്ലി ഇത് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയല്ല. ട്രസ്റ്റ് മീ, ലൈക്ക് ഐ ക്യാൻ സീ ദാറ്റ് എനർജറ്റിക്കൽ പവർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹയർ ലെവലായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ സോൾ പേർപ്പസ്, നിങ്ങളുടെ ഹയർ സെൽഫിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു റൈറ്റ് ജേർണിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്നാൽ നിങ്ങൾ ആ ഒരു ഹയർ ലെവലിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് ഈ സമയം മധുരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ലൈഫിൽ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ കണക്റ്റഡ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഹയർ സെൽഫിന്റെ ഭാഗമല്ലാത്ത കാര്യങ്ങളാണ്. സോ വിട്ടേക്കുക. അതിനേക്കാളും ഫുൾഫിൽ ആക്കുന്ന കാര്യങ്ങൾ, ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൊണ്ടുതരുന്ന കാര്യങ്ങൾ, നിങ്ങളെ ജെന്യൂൻലി സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ
ചെറിയ ചെറിയ എൻകറേജ്മെന്റ് തന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്ര ആളുകൾ പറയൂ നിങ്ങൾക്ക് ലൈഫ് മേ ബി മടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ? ബിക്കോസ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ബട്ട് മേ ബി അതല്ല, നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള വേറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, ആ ഒരു ക്ഷമ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണിക്കേണ്ട ആളുകളാണ്. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓൾറെഡി ആ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ ഓൾറെഡി അവിടെ പ്രിപ്പയർഡ് ആണ്. ഓക്കെ, അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ഓക്കെ, ഒരു കാര്യത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ലൈഫ് ആരൊക്കെയാണോ എന്തൊക്കെയാണോ തരുന്നത് അതായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാ. ഒന്നിലും ഒരു കാര്യത്തിലും ഒരു നഷ്ടത്തിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾ പോകുന്ന അവസ്ഥ എല്ലാം കൂടെ കൂട്ടി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ, കണക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് യാതൊരു നഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല. ഓക്കെ, മുന്നോട്ട് വരിക. ബിക്കോസ് ആ ജേർണിയിൽ എത്രമാത്രം ഒബ്സ്റ്റാക്കിൾസും ചലഞ്ചസും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത്രമാത്രം ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ കേപ്പബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. എത്രമാത്രം ചലഞ്ചസ് ഉണ്ടോ. ഓക്കെ, സോ ഇത് ലൈക്ക് ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രം വന്നു ചേരുന്ന ചില പാത്സ് ആണ്. ഓക്കെ, വളരെ കുറച്ച് ആളുകൾ മാത്രം എത്തിച്ചേരുന്ന ചില സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ലൈഫിന്റെ സോൾഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവാൻ പോകുന്നത് നിങ്ങളുടെ ഒരു മേജർ സോൾ പേർപ്പസ് ആയിരിക്കാം. നിങ്ങളുടെ ഒരു മേജർ 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 സർവീസ് ആണ് അവിടെ അൺലോക്ക് ആവാൻ പോകുന്നത്. ഓക്കെ, ഐ ക്യാൻ സേ ദാറ്റ് നിങ്ങൾ ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആളുകളാണ്. ഓക്കെ, ഓഫ്ലൈൻ ഓർ ഓൺലൈൻ ഹൗഎവർ ഇറ്റ് ഈസ്. ഓക്കെ, അത് ഒരുപാടെന്ന് പറയുന്ന സമയത്ത് അവിടെ കണക്കിനില്ലാത്ത ആളുകളെ എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അത്ര ആളുകളെ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അത് മേ ബി ലൈക്ക് ഓൺലൈൻ ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകം മുഴുവനുള്ള ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനത്തെ ഒരു സർവീസ് ആയിരിക്കാം നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്നുണ്ടായിരിക്കാം. അത് മേ ബി നിങ്ങളുടെ ഒരു സൈക്കിക് പവർ ആയിരിക്കാം, നിങ്ങളുടെ നോളേജ് ആയിരിക്കാം. ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പവർ ഉള്ള ആളുകളാണ്. IT ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ടെക്കീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതോ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നെവർ എവർ ഡൗട്ട് ഗൈസ്, ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, PhD ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടും. അത് ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾക്കത് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇൻക്രെഡിബിൾ വേർഷൻ ആണ് നിങ്ങൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ട്രസ്റ്റ് മീ, ലൈക്ക് ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എഴുതുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചില ആളുകൾ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ലോകം മൊത്തം കണക്ട് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ലോകം മൊത്തം അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു യൂണിവേഴ്സൽ പ്രോസസ്സ് പോലെയാണ്, യൂണിവേഴ്സൽ ജോബ് പോലെയാണ് അത്. ഓക്കെ, സോ ട്രസ്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കഴിവ് എന്താണോ നിങ്ങളുടെ ഉള്ളില്, നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് കാര്യമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് അതായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. മേ ബി ലൈക്ക് നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ യാത്രകളിലൂടെ ആയിരിക്കാം. ഓക്കെ, വളരെ റെയർ ആയിട്ടുള്ള യാത്രയിലൂടെ ആയിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്നുണ്ടായിരിക്കുക. വളരെ റിസ്ക് ആയിട്ടുള്ള ഈ ജേർണി നിങ്ങൾ അങ്ങനെ ഒരു അഡ്വഞ്ചർ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കാം. വളരെ റിസ്കി ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കാം. അങ്ങനെ ആയിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ടീമിന്റെ കൂടെ നിങ്ങൾ എത്തിപ്പെടാം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നോർമലി ഒരു യാത്ര തുടങ്ങി പിന്നീട് നിങ്ങൾ അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആളുകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിലേക്ക് നിങ്ങൾ അറിയപ്പെടുന്നുണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങനെ ആളുകൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫോർ ഷുവർ അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ദാഹിച്ച് വലഞ്ഞ് നിങ്ങൾ
എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടേബിളിൽ സെർവ് ചെയ്യുന്നത് പോലെ, ഇതുവരെ നിങ്ങൾ കഴിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ കഴിക്കാൻ പോവാണ്, ഇതുവരെ നിങ്ങളുടെ ശരീരം അനുഭവിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. അത് ചില ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഇൻക്രെഡിബിൾ റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരിക്കണം, ബട്ട് ഒരിക്കലും നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും സ്പർശിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഗൈസ്, ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. നിങ്ങളുടെ മനസ്സും ശരീരവും ഇമോഷൻസും എല്ലാം ഫുൾഫിൽഡ് ആക്കുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങളെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന, അങ്ങനെ നിങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്ന, ഒരു മ്യൂച്വൽ കമ്പാറ്റബിലിറ്റി തരാൻ സാധിക്കുന്ന, മ്യൂച്വൽ കണക്ഷൻ തരാൻ സാധിക്കുന്ന, അത്രയും സാറ്റിസ്ഫൈഡ് ആക്കുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഓരോ സിറ്റുവേഷനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് റിച്ച് ആക്കിയിട്ടുള്ള മൊമെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് ലക്കി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് ഗൈസ്, നിങ്ങളുടെ റിയൽ പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾ ക്ഷമ, സമയം ചില കാര്യത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോസ്പെരിറ്റിയിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സ്ഥലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഒരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഒരു ശരീരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഒരു മണ്ണ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഒരു പ്രദേശം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ ഏതോ പ്രദേശത്തിന്റെ ലീഡറൊക്കെയാണ് ചില ആളുകൾ. ഓക്കെ, സോ മേ ബി അത് പൊളിറ്റിക്സ് കൊണ്ടായിരിക്കാം, ഓർ വേറെ എന്തോ ഒരു കാര്യം, കളക്ടർ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ട്രസ്റ്റ് യുവർ സെൽഫ്, ഹാവ് ഫെയ്ത്ത്, ഹോപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസ് എത്രമാത്രം ഉണ്ട്, എന്താണ് എക്സാക്ട്ലി നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ബട്ട് ഇതൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സി, ലവ് ബിഗിൻസ്. സോ ചില ആളുകളുടെ നിങ്ങളുടെ ആ ഒരു ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ്, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു റെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഓക്കെ, അത് അറിയപ്പെടുന്നുണ്ടായിരിക്കണം. ചില റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതും ഒരുപാട് അഡ്മയർ ചെയ്യുന്നതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫാമിലിയിൽ ആളാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം, അതിൻ്റെ ഒരു ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ബട്ട് എന്താണോ നിങ്ങൾ സ്പർശിക്കുന്നത്, എന്തിലേക്കാണോ നിങ്ങൾ വരുന്നത്, അത് നിങ്ങളെ അറിയപ്പെടുത്തുക ചെയ്യും. അത് നിങ്ങളെ ഫുൾഫിൽഡ് ആക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധീകരിച്ച് തരുന്ന ഒരു കാര്യമാണ് അത്. ഈവൻ അതൊരു മണ്ണാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് സാധിച്ചു തരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മണ്ണിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ട്, അത് ലൈക്ക് എന്തെങ്കിലും കൃഷി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, എന്തെങ്കിലും പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, വീടോ ലൈക്ക് ഓർ എന്തെങ്കിലും കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അതുവരെ നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് തരുന്നുണ്ട്, അതുവരെ നിങ്ങളുടെ ലൈഫ് മാറ്റി മറിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കില്ല. ഈ റീഡിങ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണോ, നിങ്ങൾ എത്ര സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങൾ എത്ര സങ്കടമായിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങൾ എന്താണോ, നിങ്ങൾ എന്ത് വസ്ത്രം ഇട്ടിട്ടാണോ ഇരിക്കുന്നത്, ഏത് വീട്ടിലാണോ, എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളുടെ ലൈഫ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ കൃഷ്ണനെ കണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന കുചേലന്റെ അവസ്ഥയാണ് നിങ്ങളുടെ ഇന്നും നാളെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ മാത്രമല്ല ചേഞ്ച് ആവാൻ പോകുന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അങ്ങനത്തെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഈ കാര്യങ്ങൾ നിങ്ങൾ വെരി ഫസ്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ചില കാര്യങ്ങൾ നമ്മൾ എത്തേണ്ട, ചില കാര്യങ്ങൾ നമ്മുടെ സോൾ ഇന്റൻഷൻ, നമ്മുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ, നമ്മുടെ ഹയർ സെൽഫ്, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിലുള്ള ചില കാര്യങ്ങൾ ഓൾറെഡി എനർജറ്റിക്കലി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. നമുക്ക് അങ്ങനത്തെ ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു റീസണും അറിയാണ്ട് ചില ആഗ്രഹങ്ങൾ നമ്മളുടെ ഉള്ളിൽ വരാന്ന് പറയില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഓൾറെഡി ചില സൈൻസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒരു വാതിലെന്ന് പറയുന്നത്. നിങ്ങളുടെ ചില തോന്നലുകൾ, നിങ്ങളുടെ ചില സഡൻ ആയിട്ടുള്ള ചില ആക്ഷൻസ്, നിങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യരുത്. ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. സീ, ദിസ് ഇസ്
these are very strong powerful card. These are powerful cards, intuition and third eye. Okay, and നിങ്ങളുടെ crown chakra. ഇതൊക്കെ നിങ്ങൾ ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സൺ, ഹൈലി സൈക്കിക് ആയിട്ടുള്ള പേഴ്സൺ, ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആളുകളാണ് നിങ്ങൾ. ഓക്കെ, ഓരോ ആളുകളും ടച്ച് ചെയ്യാൻ പോകുന്ന മേഖലകൾ ഓരോ കാര്യങ്ങളായിരിക്കാം. സോ ചില ആളുകൾ മെഷീൻ ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾ നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾ നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള പവർ, ചില ആളുകൾ നിങ്ങളുടെ ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രോങ് സ്പീച്ച് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആളുകൾ എഴുതുന്ന ആളുകളാണ്. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ അറിയപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മൂവിയിൽ എഴുതുന്ന ആളുകളോ, നിങ്ങൾ നോവൽ എഴുതുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം അങ്ങനെയല്ല പോവാം. ആ കാര്യം ഒരു കാര്യം എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വീഴുന്നത് പോലെയാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അത് നിങ്ങളും തമ്മിൽ വലിയൊരു അന്തരം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. പോസിബിലിറ്റിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കാം പ്രോബബ്ലി നിങ്ങൾക്കൊരു സഫർ തരുന്നുണ്ടായിരിക്കാം. ബട്ട് കമോൺ ഗായ്സ്, സീ, എന്താണോ അത് നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരും, നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും. നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളതല്ല, നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും. നിങ്ങൾ ആ ഒരു യാത്രയിൽ നിങ്ങൾ സ്ലോലി പോവാണെന്നുണ്ടെങ്കിലും പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കാം, നിങ്ങളുടെ മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കാം നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരിക്കാം. സോ ട്രസ്റ്റ് ചെയ്യുക. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾ ഡിസ്കണക്ട് ആയി പോകുന്നത്, എന്തിലാണോ നിങ്ങൾക്കൊരു താല്പര്യം കുറയുന്നത്, എവിടുന്നാണോ നിങ്ങൾ റിജക്റ്റ് ആയി പോകുന്നത്, ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഈ സമയത്ത് എന്തൊക്കെ ജേർണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹയർ സെൽഫുമായിട്ട് തന്നെ ഹൈലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് അഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പാനിക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ കണക്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ കണക്ട് ചെയ്യുന്ന എന്ത് കാര്യവും, ഞാൻ കണക്ട് ചെയ്യുന്ന ജോബ്, ഞാൻ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എല്ലാം എൻ്റെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം എൻ്റെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ ജോലി, എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ കൂടെയുള്ള ആളുകൾ എല്ലാം എൻ്റെ സോൾ പേർപ്പസുമായി, എൻ്റെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാത്ത കാര്യങ്ങളെ ഞാൻ വളരെ പീസ്ഫുള്ളി എൻ്റെ ലൈഫിൽ നിന്ന് വിട്ടുകളയാണെന്നുള്ളത് പറയാം. നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ അവിടെ ഗ്യാദർ ചെയ്യും, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോകും, ചില നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്ത് വരും. നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്നൊക്കെ നിങ്ങൾ മാറ്റി കൊണ്ടുവരും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 3 to 6 months നിങ്ങൾ ഈ ഒരു ജേർണിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു മന്ത്രമായിട്ട് നിങ്ങൾ എടുക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ഹയർ സെൽഫുമായി കണക്റ്റഡ് ആണ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ കണക്ട് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ഏതൊരു വ്യക്തിയും എൻ്റെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഇല്ലാത്ത കാര്യത്തിൽ ഞാൻ പോവാണെന്ന് ഒന്നും പറയണ്ട. എല്ലാ കാര്യങ്ങളും, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന ഓരോ ജോബും, എൻ്റെ റിലേഷൻഷിപ്പും, എൻ്റെ ഓരോ ചിന്തകൾ പോലും എൻ്റെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ളത് നിങ്ങൾ പറയാം. നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക. ബിക്കോസ് അത് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ എത്രമാത്രം അത് കമന്റ് ചെയ്യുന്നോ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലും വരികയാണ് അത്. അത്രമാത്രം നിങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.